ഗൈസ് മുന്നിലിരിക്കാൻ ഒന്നും തിരക്കും ഞാൻ ഇൻട്രോ കൊടുക്കാട്ടോ. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് എന്താ പരിപാടി നമ്മൾ പറഞ്ഞുതരും. നമ്മളെ എനർജിക്ക് എത്തുന്നില്ല അവിടെ എന്ത് ക്ഷമ നമ്മളോ. 1 2 3 ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്, എന്താ ചെയ്യാ? ഇന്നത്തെ ഇൻട്രോ സിത്തു ആണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിത്തു ഇൻട്രോ കൊടുക്കും, പക്ഷെ മുല്ലത്താന്റെ ബ്ലോഗിലേക്ക് അങ്ങോട്ട് കോൺഫിഡന്റ് വരുന്നില്ല. മുല്ലത്താന്റെ അത്ര നമുക്ക് ആവൂലല്ലോ. ബട്ട് നമ്മൾ പോകുന്നത് മുത്തുക്കാന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാനാണ് ഗൈസ്. എ ബിഗ് ഷോപ്പിംഗ്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താ ഈ തുള്ളി കൊണ്ടുക്കുന്നത്. പക്ഷേ ഗൈസ്, കാറിൽ പാട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ കൊടുത്താൽ അത് കോപ്പി റൈറ്റ് ആയിട്ട് മാറും. ഹായ് ഗൈസ്, അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ എവിടെ നിന്ന് പോയി സാധനം വാങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഷീൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം. ആദ്യം നമ്മൾ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചു അർഷീൻ്റെ ഉമ്മാക്കും മാമാക്കും ഒക്കെ ഉള്ള ഡ്രസ്സ് എടുക്കാം. അത് കസവ് കേന്ദ്രയിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ച് നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കസവ് കേന്ദ്രം എന്ന് ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു. റയാൻ നല്ല ഉറക്കമാണ് കേട്ടോ, കയറിയപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ചായയിലേക്ക് പോകുന്ന സ്ഥിരം നമ്മുടെ മമ്മൂക്ക നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളിതാ പോവാണ്. സിത്തു താത്ത ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലാം കളിക്കുന്നുണ്ട്. ക്രീം തേക്കുക, കുരുവിന്റെ പുറമുള്ള സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരാം. ഇത് നമ്മളെ ക്യാമറ കാണുമ്പോൾ അവള് ഓവറാക്കുക. കുരു ഉണ്ടായിട്ട് അതിന്റെ മുകളിലുള്ളത് പൊളിഞ്ഞ്. ഹലോ ഗൈസ്, അപ്പം മീനെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം റയാൻ്റെ ചെരുപ്പും വെച്ചിൻ്റെ ആള് ചെരുപ്പിടാണ്ട് അനാഥനെ പോലെ കുത്തിരിക്കുക. ചെറുവണ്ട് പേറി ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇതാണ് നമ്മുടെ സുഹൃത്താണ്. നമ്മുടെ പള്ളയൊക്കെ കാണിക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ ഒരു കളിയാ ഇപ്പോഴും. അവളങ്ങനെ നിൽക്കും, അങ്ങനെ ഒരു കളിയാ. അവിടെ നമുക്ക് എന്താ വെച്ചാൽ ഒന്നും ഇല്ലാത്ത കുട്ടികൾ. ഇവിടെ ഫുൾ എന്തോ ഒരു കുട്ടികളാണ്. നമ്മളീ നല്ലതുള്ളൂ. ഹലോ, അപ്പോൾ നമ്മൾ ബ്രൈഡൽ ലോഞ്ചിലേക്ക് ആദ്യമായി അറിയാനത് ഓടിക്കറുന്നു. അത് നമ്മളത് ഓടിക്കളിപ്പോൾ തുടങ്ങാനും സാധ്യതയുണ്ട്. മുല്ലത്തൊക്കെ ബ്രൈഡൽ വീഡിയോസിൻ്റെ ഇവിടെ കുറേ ആൾ വന്നിട്ടുണ്ട്. ബ്രൈഡിനെ നോക്കി വെള്ളത്തിൽ അമ്മാൻ അതിൻ്റെ മുകളിൽ പോയി നിൽക്കുന്ന ഏതൊരു ബ്രൈഡ് ഇതാ ഇവിടെ അവരുടെ തിരിച്ചൊന്ന് ഒറ്റ മൈൻഡിൽ കലാനൊക്കെ ഇതങ്ങ് വാങ്ങിയാലോ ഞാൻ വിചാരിക്കുന്നത്. കലാന അതിൻ്റെ അടുത്തേക്ക് നിൽക്കും. ഇപ്പം നമ്മൾ അർഷിക്കിടാനുള്ള വീട്ടിൽ നിന്ന് ഉണ്ടായുള്ള ഡ്രസ്സ് നോക്കി കൊടുക്കുകയാണ്. പക്ഷേ നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വിചാരിച്ച മോഡൽ ഇവിടെ ഇല്ലായിരുന്നു. ചേച്ചി കുറേ എണ്ണം ഇങ്ങനെ അത് അടിപൊളി ഇത് അടിപൊളി എന്ന് പറഞ്ഞു നോക്കുന്നത്. പക്ഷെ അവരങ്ങനെയല്ലേ പറയും. പക്ഷെ നമുക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർ നിർത്തില്ല. നമ്മൾ വേഗം പരിപാടി കഴിച്ചിട്ടുണ്ട്. മാമ്മമാർക്ക് വാങ്ങി, മമ്മിക്ക് വാങ്ങി. ഇനി കഴിഞ്ഞിട്ട് പരിപാടി കാല് വേണം ഓൺ ദ ബില്ലിംഗ് സെക്ഷൻ. അടുത്തതായിട്ട് നമുക്ക് മലബാർ പോകേണ്ടി ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. മലബാർ പോകുന്ന പറയുമ്പോൾ റയാനോ അമ്മാനും ഭയങ്കര ഉഷാറാണ്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അവിടെ പ്ലേ ഏരിയ ഉണ്ട്. അവിടുന്ന് പോയി കളിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങുകയാണ്. അവിടെ പോയാൽ നല്ല സുഖമാണ്, ഓരെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ നമ്മൾ നേരെ കയറി ആദ്യം തന്നെ നമ്മൾ ചെയ്തത് രണ്ടാളെയും കൂടി പ്ലേ ഏരിയയിലേക്ക് അങ്ങോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാളും അവിടെ അടങ്ങിയിരിക്കുമല്ലോ. പിന്നെ ചെറിയൊരാവശ്യത്തിന് പോയി നമ്മൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. സമയം പോകുന്നത് അറിഞ്ഞേയില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ അർഷിൻ്റെ ഉപ്പാക്കും കാക്കാക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ സിത്ത് ഭയങ്കരമായിട്ട് നോക്കി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 6 ഷർട്ട് വേണം. അങ്ങനെ കുറച്ചെണ്ണമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സെലക്ഷൻ ഒന്നും അല്ലെങ്കിൽ ഇഞ്ചോക്കെ ഞാനും 2 എണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബില്ല് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ റയാനും മുടി കെട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിത്ത് മുടി കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ആ പരിപാടിയും കഴിച്ച് അങ്ങനെ അർഷീൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കണം. നമ്മൾ അർഷിൻ്റെ വീട്ടിലേക്കുള്ള എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടത്തേക്കുള്ള സംഭവമൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് വാങ്ങാനുള്ളത് അങ്ങേക്കും ഞാക്കും, അല്ല അർഷിക്ക് വാങ്ങാനുണ്ട്, പിന്നെ ഞാക്കും. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ 2 മണി 2 എത്രയായി. വിശപ്പിന്റെ വിളി ചെറുതായിട്ട് വരുന്നുണ്ട്. റയാന നേരത്തെ വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ട്. ഫുൾ സീനിലാണ്. കുത്തിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ് വെയിറ്റിംഗിലാണ്. ഹെവി മന്തിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. റയാൻ ഫുള്ള് കച്ചറാണ്. പറയൂ. അതപ്പോ
പിങ്ക് എനിക്ക് വേണ്ടി തെങ്ങികളാന്ന് വൈറ്റ് ബ്ലൂ ഉണ്ട് അതാ ബോയ്സിന്റെ ബ്ലൂ അതുകൊണ്ടോ ഇതാ ഈ സൈഡിലതാ ഒഴിവുവേളകൾ ആനന്ദകരമാക്കുന്ന മുത്തും കലാനെ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ മുത്ത് കളിക്കുന്നത് കൊണ്ട് ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് മജ്ലിസാണ് കിട്ടിയിട്ടുള്ളത്. മക്കളോ മുത്തുകാക്കിയാലൊക്കെ ഇതിൻ്റെ മുന്നേ തന്നെ സ്ഥലം കാര്യമാക്കി ഞാൻ ഹോട്ടൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് ജയലക്ഷ്മിയിലേക്കാണ്. എനിക്ക് സാരി നോക്കാൻ ജയലക്ഷ്മി പോകണം എന്നാണ്. അപ്പോൾ സാധനം ഒന്നുമില്ലാതെ കവറും പിടിച്ച് പറയാൻ ഈ സിൽക്സിലെ സംഗീത സിൽക്സ് ഇതിന്റെ ബാക്കിലാണ് റേസിന്റെ ഓഫീസ് ഒരു മാസം കൊല്ലം കലാനെൻ്റെ വീട് എന്ത് വേണമെങ്കിലും പറയാം. ജയലക്ഷ്മി ഒന്നും എടുത്തില്ല. വലിയ ഒരു അടിപൊളി സാരി, ഒരു ഇഷ്ടപ്പെട്ട സാരി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കസ്റ്റമർ സർവീസ് മറ്റേ എന്താ പറയാ കളർ ഡ്രസ്സിൽ, അതുകൊണ്ട് അത് എടുത്തില്ല. അടുത്തായി നമ്മളൊരു ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇത് ചായ വലയിൽ പോയി ഒരു ചായ കുടിക്കാണ്. ഇനി നമുക്ക് ഹൈലൈറ്റ് മാളിൽ പോകണം. ഹൈലൈറ്റ് പോയിട്ട് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലോക്കും കാണുന്നുണ്ട്. ഒക്കെ വാങ്ങിക്കറിയോ? ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഹർഷിൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എടുത്തു. നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ തളർന്നു സന്തോഷപൂർവ്വം അവസാനിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ കുഞ്ഞാവ് വന്നിട്ടുണ്ട് ഗൈസ്. സർപ്രൈസ് ആയിരുന്നു കുഞ്ഞാവ് വന്നേ. കുഞ്ഞ് വന്നതോ കല്യാണം മൂടായി. പിന്നെ ഞാൻ വന്ന സർപ്രൈസ് വീഡിയോ ഉണ്ട് എൻ്റെ ഫോണിലുള്ളത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനി പോവാണ്. ബൈ.